ഹലോ എവരി വൺ. നമ്മൾ BSc മാത്തമാറ്റിക്സ് 6th സെമിസ്റ്ററിലെ നമ്പർ തിയറി ആൻഡ് ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോണേ, വിച്ച് ഇസ് ഡിവിഷൻ അൽഗോരിതം. ഡിവിഷൻ അൽഗോരിതം നിങ്ങൾ സ്കൂൾ ലെവലിൽ തന്നെ കേട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവും, ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയാൻ പോണേ. രണ്ട് ഇൻറ്റിജേഴ്സ് എയും ബിയും ഉണ്ടെന്ന് കരുതുക, സച്ച് ദാറ്റ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് എന്നുള്ളത് പോലെ. ഓക്കെ, എ എന്ന് പറയുന്നത് ഇനി ഇൻറ്റിജർ ആവാം, ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് യുണീക്ക് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ളത് പോലെ എഴുതാൻ പറ്റും. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഇതാണ് ആക്ച്വലി ഡിവിഷൻ അൽഗോരിതം. ഇതിൽ ക്യൂവും ആറും ഇൻറ്റിജേഴ്സ് ആണ്, അതിനെയാണ് നമ്മൾ ആക്ച്വലി കോഷ്യൻറ്റും റിമൈൻഡർ എന്നും പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഡിവിഡൻ്റ് ആണ്, എന്തിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് എ എന്ന് പറയുന്നത്. ആൻഡ് ബി വെച്ചിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ ബി എന്ന് പറയുന്നത് ഡിവൈസർ വരും. സോ എ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ഡിവിഷൻ അൽഗോരിതം തന്നെയാണ് ഇവിടെ. അതിനെ നമ്മൾ എ ബി ക്യൂ ആർ എന്ന് പറഞ്ഞ നൊട്ടേഷൻസ് ഒക്കെ കൊടുത്തിട്ട് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ സ്കൂൾ ലെവലിൽ ആക്ച്വലി നമ്മളിങ്ങനെ ഒരു ഡിവിഷൻ അൽഗോരിതം പഠിച്ചു, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളതിൻ്റെ പ്രൂഫ് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ തിയറം വന്നത്, എങ്ങനെയാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ തിയറം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ ഏതോ ഒരു ഇൻറ്റിജർ ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനെ ബി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ അല്ലേ. അപ്പോൾ ദർ എക്സിസ്റ്റ് യുണീക്ക് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ. അത് ശ്രദ്ധിക്കണം, യുണീക്ക് ആയിരിക്കും. ഇതിന് ഇങ്ങനൊരു യുണീക്ക് റെപ്രസെൻറ്റേഷനാണ് ഉണ്ടാവുക. ഇതിനെ പല തരത്തിലൊന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു തരത്തിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. വേർ ആറിൻ്റെ പ്രത്യേകത 0 തൊട്ട് ബി വരെ അതിന് പോസിബിലിറ്റി ഉള്ളൂ. നമ്മളിപ്പോൾ എന്താ പറയുക, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നോർമലി രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റിമൈൻഡർ എപ്പോഴും നമ്മുടെ ഡിവൈസറിനേക്കാളും ചെറുതാകുമ്പോഴാണ് നമ്മൾ ഡിവിഷൻ പ്രോസസ്സ് നിർത്തുക അല്ലേ. അപ്പോൾ റിമൈൻഡർ എപ്പോഴും ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കണം ആൻഡ് പോസിറ്റീവും ആയിരിക്കണം, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ ആൻഡ് ഇൻറ്റിജറും ആയിരിക്കണം കേട്ടോ. സോ യുണീക്ക് ഇൻറ്റിജേഴ്സ് ആണ് ക്യൂവും മാറുന്നുള്ള പോലെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു യുണീക്ക് റെപ്രസെൻറ്റേഷനാണ് ഉണ്ടാവുക. സോ ഈ തിയറി എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൂഫ് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ രണ്ട് ഇൻറ്റിജേഴ്സ് നമ്മൾ എടുത്തു, എയും ബിയും എടുത്തു. ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്നുള്ളത് എടുത്തു. അങ്ങനെയാണെങ്കിൽ എനെ ബി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതിൽ ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ നമ്മൾ ഫസ്റ്റ് കാണിക്കണം. അതായത് എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്സ്പ്രഷനിൽ പറയും പോലെ ഒരു ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഈ ക്യൂവിൻ്റെയും ആറിൻ്റെയും എക്സിസ്റ്റൻസ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുശേഷം ഈ വാല്യൂസ്, ഈ ക്യൂവും ആറും യുണീക്ക് ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ രണ്ട് പാർട്ടായിട്ടാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്യൂവിൻ്റെയും ആറിൻ്റെയും എക്സിസ്റ്റൻസ്, പിന്നെ അതിൻ്റെ യുണീക്നെസ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ എക്സിസ്റ്റൻസ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിസൾട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്നുള്ളത് നോക്കാം. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്: എവറി നോൺ എംപ്റ്റി സെറ്റ് എസ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെൻറ്റ്. That is, there exists some integer a in S such that a less than or equal to b for all b's belonging to S. അപ്പോൾ എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഞാൻ എടുത്തു. ആ എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. എസ്സിലുള്ളത് മുഴുവൻ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് അല്ലാത്തത് എന്നുള്ള മീനിങ്, അതായത് 0 തൊട്ട് അങ്ങോട്ടുള്ള ഇൻറ്റിജേഴ്സ് എന്നുള്ള സെൻസിൽ. അപ്പോൾ എസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണ്. അതായത് ഇപ്പോൾ കംപ്ലീറ്റ് 0 തൊട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ഉണ്ടെന്നല്ല, പക്ഷേ അതിലുള്ള ഈ എസ്സിലുള്ള എലമെൻറ്റ്സ് എല്ലാം നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്നുള്ള സെൻസിൽ അത്തരത്തിലുള്ളൊരു സെറ്റാണ് എസ് എങ്കിൽ എസ്സിന് എപ്പോഴും ഒരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. നിങ്ങൾക്കൊന്ന് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഓർത്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ 0 തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലീസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമുക്ക് 0നെ പറയാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ 0 ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ 1 തൊട്ട് അങ്ങോട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ലീസ്റ്റ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ എക്സിസ്റ്റൻറ്റ് പാത്ത് പ്രൂവ് ചെയ്യുന്നത്. സോ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം.
സോ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എസ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്നുള്ള പോലെ ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു. സോ ഫസ്റ്റ് എടുക്കുന്നത് ഈ ആർ ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്കിവിടെ എങ്ങനെ എഴുതാൻ കഴിയും? എ മൈനസ് ക്യൂ ബി എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? അപ്പോൾ എ മൈനസ് എക്സ് ബി എന്നുള്ള കളക്ഷനാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം a minus xb where x is an integer and a minus xb is greater than or equal to 0. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള a മൈനസ് എക്സ് ബികളുടെ കളക്ഷനാണ് എസ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എ എന്ന് പറയുന്നത് ഇൻ തിയറം നമ്മൾ എടുത്തിട്ടുണ്ട് ഇൻറ്റിജർ ആണെന്നുള്ളത്, ബി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് എടുത്തിട്ടുണ്ട്, എക്സും ഇൻറ്റിജർ ആണെന്ന് എടുത്തിട്ടുണ്ട്. സോ ഇത് ടോട്ടലി ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ എസ് എന്ന് പറഞ്ഞൊരു സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. സെറ്റ് ഓഫ് ഓൾ എ മൈനസ് എക്സ് ബി, എലമെൻറ്റ്സ് ഓഫ് ദ ഫോം എ മൈനസ് എക്സ് ബി, എക്സ് ഇൻറ്റിജർ ആണ്, എയും ബിയും ഇൻറ്റിജർ ആണ്. സോ ഇങ്ങനത്തെ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണ് വേർ ദിസ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഇനി ഈ സെറ്റിൽ നമ്മൾ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് ഇതിനൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പോവാണ്. പക്ഷേ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, എസ് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ ആണെന്നുള്ളത് ഡയറക്റ്റ് നമുക്ക് ഇവിടെ നോക്കി പറയാൻ പറ്റും. കാരണം ഇതിലുള്ള എലമെൻസിൻ്റെ ഒക്കെ ഫോം എ മൈനസ് എക്സ് ബി ആണ് ആൻഡ് എ മൈനസ് എക്സ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണം. സോ നോൺ നെഗറ്റീവ് എലമെൻറ്റ്സ് ആണ് എസ്സിലുള്ളത് മുഴുവൻ. പിന്നെ ഒരു കണ്ടീഷൻ, അത് നോൺ എം ടി ആയിരിക്കണം. നോൺ എം ടി സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനാണ് ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ട് നമ്മൾ പറയാൻ പറ്റുക. എം ടി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതിൽ എലമെൻറ്റ്സ് തന്നെ ഇല്ല അല്ലേ. സോ ഇത് നോൺ എം ടി ആണെന്നും കൂടി കാണിക്കണം. ഇപ്പം നമുക്കിവിടെ നോൺ നെഗറ്റീവ് എലമെൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് പറയാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ നോൺ എം ടി ആണെന്നുള്ളതും കൂടി കാണിച്ചാൽ നമുക്ക് ഇതിനൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നോൺ എം ടി ആണെന്നുള്ളത് കാണിക്കാൻ പോവുകയാണ് കേട്ടോ. നോൺ എം ടി ആണെന്ന് കാണിക്കാൻ ഇതിനകത്ത് ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണിക്കാൻ പോകണേ. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ബി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്നല്ലേ പറഞ്ഞിട്ടില്ലേ. ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ബി എന്തായാലും ഇൻറ്റിജർ ആണ്. അപ്പോൾ 0ൻ്റെയും 1ൻ്റെ ഇടയിൽ വേറെ ഇൻറ്റിജർ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ 0നേക്കാളും വലിയ ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 1 അല്ലേ. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഇനി മോഡിലസ് എ, ഇപ്പോൾ എ എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻറ്റിജർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എ എന്ന് പറയുന്നത് പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം, ഈവൻ 0 ആവാം എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു നെഗറ്റീവ് വാല്യൂ വെച്ചിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനീക്വാളിറ്റി ഓപ്പോസിറ്റ് ആവും നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. നമ്മളൊരു പോസിറ്റീവ് വാല്യൂ വെച്ചിട്ട് ഈ ഇനീക്വാളിറ്റിയുടെ ഈ ബി ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇനീക്വാളിറ്റിയുടെ രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് എനെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്കുണ്ട്. ഞാനതിൻ്റെ രണ്ട് ഭാഗത്തും മോഡുലസ് എ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ മോഡുലസ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എ എന്ന് പറഞ്ഞ് വരും. മോഡുലസ് എ ഇൻറ്റു 1 വരിക. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ വാല്യൂ എടുക്കുകയാണ്. എ മൈനസ് ഓഫ് മോഡ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞിട്ട് ഒരു ടേം എടുക്കുകയാണ് കേട്ടോ. ഇതെന്താ വരിക? എ മൈനസ് ഓഫ് മോഡ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. സോ എ പ്ലസ് മോഡ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. എ പ്ലസ് മോഡ് എ ഇൻറ്റു ബി എന്ന് പറയുന്നതിനെ ഇപ്പോൾ മോഡ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഈക്വാളിറ്റി മാറി നമ്മൾ ഇനീക്വാളിറ്റി കൊടുക്കുകയാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ മോഡ് എ ഇൻറ്റു ബീനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. സോ എ പ്ലസ് മോഡ് എന്ന് പറഞ്ഞു വരും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഇവിടെ എ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ മോഡ് എ എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് വാല്യൂ വരിക. സോ എ മൈനസ് എ എന്നുള്ള പോലെ വരും. സോ അത് 0 ആവും. ഇനി എ എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ 2a എന്നുള്ള പോലെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്നത് 1 ആണെന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് മോഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 1 അത് 2 തന്നെയാണ് വരിക, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി അതിൻ്റെ അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് കരുതുക. സപ്പോസ് -1 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്താ വരിക? എ പ്ലസ്, അതായത് -1 പ്ലസ് മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1 വരും. 1 - 1 എന്ന് പറയുന്നത് 0 വരും. അപ്പം പിന്നെ എങ്ങനെ പോയാലും എ പ്ലസ് മോഡ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ എടുത്തു. അപ്പോൾ എ മൈനസ്, ഇപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ
നമ്മളിപ്പോൾ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്തു, മോഡ് എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ കണ്ടീഷൻ എടുത്തു, ആൻഡ് എ മൈനസ് മോഡ് എ ഇൻറ്റു ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേം നോക്കിയേ, ഇത് എന്ത് ഫോമിലുള്ളത്? എ മൈനസ് എക്സ് ബി എന്നുള്ള ഫോമിലല്ലേ ഉള്ളത്? വേർ എക്സ് എന്ന് പറയുന്നത് മൈനസ് മോഡ് എ എന്നുള്ള പോലെ നമ്മൾ എടുത്തു. അതായത് ഈ ഒരു സെറ്റിലെ എലമെൻറ്റിനെ പോലെ ഇല്ലേ, ഈ ഒരു സെറ്റിലെ എലമെൻറ്റിൻ്റെ ഒക്കെ ഫോം എ മൈനസ് എക്സ് ബി ആയിരുന്നു. നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു ടേം ഈ സെറ്റിലെ എലമെൻറ്റിൻ്റെ അതേ ഫോമിലാണുള്ളത്. വേർ എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് മോഡ് എ ആണ്. എക്സിന് ആകെ ഒരു കണ്ടീഷനെ അവർ പറഞ്ഞിട്ടുള്ളൂ, ഇൻഡിജർ ആവണം എന്നുള്ളത്. പോസിറ്റീവ് ആവണമെന്നോ നെഗറ്റീവ് ആവണമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് മൈനസ് മോഡിലസ് എ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എ എന്ന് പറയുന്നത് ഇൻഡിജർ ആണെങ്കിൽ മോഡിലസ് എയും ഇൻഡിജർ ആയിരിക്കും, മൈനസ് മോഡിലസ് എയും ഇൻഡിജർ ആയിരിക്കും. സോ എക്സിന് പകരം മൈനസ് മോഡിലസ് എ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് എസ്സിലെ എലമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എയും ബിയും ഈ മൈനസ് മോഡിലസ് എയും എല്ലാം ഇൻഡിജർ ആണ്. സോ ഇതിൽ ഇൻഡിജർ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ആൻഡ് ഈ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ടേം എസ്സിലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതായത് എ മൈനസ് ഓഫ് മൈനസ് മോഡിലസ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന ഒരു ടേം എസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് നോൺ എം ടി ആണെന്നുള്ളത് പറയാം. ഇത് നോൺ എം ടി കളക്ഷൻ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ് എന്നുള്ളത് പറയാൻ പറ്റുന്നുണ്ട്. സോ അതിനൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ എസ് കണ്ടെയ്ൻസ് എ സ്മോളസ്റ്റ് ഇൻഡിജർ, ആൻഡ് ആ ലീസ്റ്റ് എലമെൻറ്റിനെ ഞാൻ ആർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് നമ്മൾ ആക്ച്വലി എ മൈനസ് ക്യൂ ബി എന്ന് പറഞ്ഞ ടേം എടുത്തിട്ടുണ്ടായിരുന്നത്, ആൻഡ് എ മൈനസ് എക്സ് ബി എന്നുള്ള ഫോമിലുള്ള വാല്യൂസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ക്യൂ ബി എന്ന് തന്നെയല്ലേ നമ്മളിത് എടുത്തത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിലെ ലീസ്റ്റ് എലമെൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ലീസ്റ്റ് വാല്യൂ ആണ് ആർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതിനൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പളിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തു. സോ ഇതിനൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു. ആ ലീസ്റ്റ് എലമെൻറ്റിനെ ആർ എന്ന് പറഞ്ഞ് വിളിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ആറിനെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു. അങ്ങനെ ആർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഈ സെറ്റിൻ്റെ ലീസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ, അപ്പോൾ ആർ എന്ന് പറഞ്ഞത് ഈ സെറ്റിലുള്ള എലമെൻ്റ് ആണ്, ആൻഡ് ആ സെറ്റിലെ ലീസ്റ്റ് എലമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എ മൈനസ് എക്സ് ബി എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റില്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം എ മൈനസ് എക്സ് ബി എന്ന് എഴുതാം. വേറെ എക്സ് സം ഇൻഡിജർ അല്ലേ. അപ്പോൾ ആ സം ഇൻഡിജറിനെ ഞാൻ ക്യൂ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇതാണെന്നുള്ള പോലെ ഞാൻ അസ്യൂം ചെയ്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പറഞ്ഞൂടെ. സോ ആർ എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെൻ്റ് ആണ്. സോ ആ സെറ്റിലെ എലമെൻറ്റിനൊക്കെ എ മൈനസ് എക്സ് ബി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻഡിജർ ആണ്. സോ ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇതാണ് എന്ന് ഞാൻ അസ്യൂം ചെയ്തു. സോ ആറിനെ ഞാൻ എ മൈനസ് ക്യൂ ബി എന്ന് പറഞ്ഞ് എഴുതി. ആൻഡ് ഇവിടെ എ മൈനസ് എക്സ് ബി എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എ മൈനസ് ക്യൂ ബി പറഞ്ഞ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് പറയാം. പക്ഷേ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ നോക്കി എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന് കാണിക്കണം. ഇപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ മാത്രമേ കിട്ടിയുള്ളൂ. ഇനി ലെസ് ദാൻ ബിയും കൂടി കാണിക്കണം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ, അതിൻ്റെ കൂടെ ആർ ലെസ് ദാൻ ബി എന്നുള്ള കണ്ടീഷനും കൂടി നമുക്ക് കാണിക്കാനുണ്ട്. സോ ഇനി നമുക്ക് ആർ ലെസ് ദാൻ ബി എന്നുള്ള കണ്ടീഷൻ കാണിക്കാനുണ്ട്. അത് കാണിക്കുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആർ ലെസ് ദാൻ ബി എന്നാണ് കാണിക്കാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ടൊരു കോൺട്രഡിക്ഷനിൽ എത്താൻ നോക്കും. സോ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. എന്നിട്ട് കോൺട്രഡിക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. സോ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടേം ചൂസ് ചെയ്യാണ് കേട്ടോ. എ മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി എന്നുള്ള ടേം എടുത്തു. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ക്യൂ ബി മൈനസ് ബി എന്ന് വരും. അപ്പോൾ എ മൈനസ് ക്യൂ ബി മൈനസ് ബി എന്ന് പറഞ്ഞ ടേം വരും. എ മൈനസ് ക്യൂ ബി എന്ന് പറയുന്നത് ആറാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിന് പകരം ഞാൻ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആർ മൈനസ് ബി എന്ന് കിട്ടി. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അസ്യൂം ചെയ്തതുകൊണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് പറയാം? ആർ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൂടെ. കാരണം ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആർ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ഈ ടോട്ടൽ ടേമിനെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. എ മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്കിപ്പോൾ കിട്ടി. ഈ എ മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പേ എസ് എന്ന് പറഞ്ഞ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഈ സെറ്റിലെ എലമെൻറ്റിൻ്റെ ഫോമാണുള്ളത് എ മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി, വേർ എക്സ് എന്ന് പറയുന്നതിനെ ക്യൂ പ്ലസ് 1 എന്ന് നമ്മൾ എടുത്തു. ആൻഡ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത്
എസ്സിലെ എലമെൻ്റ് ആണ് നമുക്ക് കിട്ടി അല്ലേ. സോ എ മൈനസ് ക്യൂ പ്ലസ് വൺ ഇൻറ്റു ബി എന്ന് പറഞ്ഞൊരു എലമെൻറ്റും എസ്സിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഇനി എ മൈനസ് ക്യൂ പ്ലസ് വൺ ഇൻറ്റു ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആർ മൈനസ് ബിനോട് ഈക്വൽ ആണെന്നല്ലേ. ഈ ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ആൻഡ് ഈ ഒരു ടേം ഗ്രേറ്റർ ദാൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് എടുത്തു അല്ലേ. അപ്പോൾ ആർ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നത് ബിനേക്കാളും വലുതാണ്, ബി പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, ആർ എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ ആർ മൈനസ് ബി, ആറിന് ബിനേക്കാളും വലിയൊരു വാല്യൂ ആണ് ആർ വരുന്നത്. അപ്പോൾ ബിനേക്കാളും വലിയൊരു വാല്യൂ എന്ന് ബീനെ സബ്ട്രാക്ട് ചെയ്യുമ്പം, അപ്പോൾ ആർ മൈനസ് ബി ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുക, അത് ആറിനേക്കാളും ചെറുതാണെന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇപ്പോൾ 2 എന്ന് പറഞ്ഞൊരു ടേം ഞാൻ എടുത്തു, അതിനകത്തുനിന്ന് 1നെ സബ്ട്രാക്ട് ചെയ്താൽ അതെന്തായാലും ലെസ് ദാൻ 2 ആണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ. അപ്പോൾ ആറിൽ നിന്ന് ഒരു ആറിനേക്കാളും ചെറിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ ആറിനേക്കാളും ചെറുതാണ് നമുക്ക് ആ വാല്യൂ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റും. സോ ആർ മൈനസ് ബി ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും അല്ലേ. ആർ മൈനസ് ബി ലെസ് ദാൻ ആർ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ ടേം ലെസ് ദാൻ ആർ എന്ന് നമുക്ക് കിട്ടില്ലേ. ഈ ഒരു ഹോൾ ടേമിന് ഈക്വൽ ടു ആർ മൈനസ് ബി എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എ മൈനസ് ക്യൂ പ്ലസ് വൺ ഇൻറ്റു ബി എസ് ലെസ് ദാൻ ആർ എന്ന് കിട്ടും. ആൻഡ് ഈ ഒരു ടേം എന്ന് പറയുന്നത് എസ്സിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആറും എസ്സിലുള്ള എലമെൻ്റ് ആണ്, പക്ഷെ ആറിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ആർ എസ്സിലെ ലീസ്റ്റ് എലമെൻ്റ് ആയിരുന്നു. ആ ലീസ്റ്റ് എലമെൻറ്റിനേക്കാളും ചെറുതായിട്ടൊരു വാല്യൂ എസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉള്ള പോലെയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ, ആറിനെയാണ് നമ്മൾ ലീസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എടുത്തു കഴിഞ്ഞാൽ ആറ് ലീസ്റ്റ് എലമെൻ്റ് ആണ് എന്നുള്ള ഫാക്റ്റിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആറിനേക്കാളും ചെറിയൊരു വാല്യൂ എസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പോസിബിലിറ്റി ഇല്ല. ആറ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ, ആർ ലെസ് ദാൻ ബി ആയേ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും, ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ക്യൂ ബി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിൽ ആർ എന്ന് പറഞ്ഞൊരു വാല്യൂവും ക്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂവും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്നുള്ള കണ്ടീഷനും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അങ്ങനത്തെ ഒരു ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നുണ്ട് എന്നുള്ളതുപോലെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ കിട്ടിയ ക്യൂവും ആറും യുണീക്ക് ഇൻഡിജേഴ്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ യുണീക്ക് ആണെന്നുള്ളത് കാണിക്കാൻ എന്താ ചെയ്യുക, അങ്ങനത്തെ 2 വാല്യൂസ് ഉണ്ട് എന്ന് എടുക്കും, എന്നിട്ട് അതിനൊരു കോൺട്രഡിക്ഷൻ കണ്ടുപിടിക്കും അല്ലേ. ആ 2 വാല്യൂസ് ഈക്വൽ ആണ് എന്നുള്ള പോലെ നമ്മൾ കാണിക്കും. 2 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ട് എന്ന് എടുത്തിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കും. സോ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ യുണീക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ക്യൂവിൻ്റെ മാറിൻ്റെ യുണീക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂവും ആറും അല്ലാതെ ക്യൂ ഡാഷ് ആർ ഡാഷ് എന്ന് പറഞ്ഞ് ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ 2 വാല്യൂസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാണ്. സോ എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്നും എഴുതാം, എ ഈക്വൽ ടു ക്യൂ ഡാഷ് ബി പ്ലസ് ആർ ഡാഷ് എന്ന് പറഞ്ഞും എഴുതാൻ പറ്റും. സോ ഇതിന് 2 റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട് എന്നുള്ള പോലെ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി ഇതിൽ ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്നും ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്നും കാണിച്ചാൽ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. അപ്പം എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിലൊരു കണ്ടീഷനും കൂടി ഉണ്ടായിരുന്നു, 0 ലെസ് ദാൻ or equal to r less than b എന്നുള്ള കണ്ടീഷൻ. ആൻഡ് a equal to q dash b plus r ഡാഷിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന 0 ലെസ് ദാൻ or equal to r dash less than b എന്നാണ്. അപ്പോൾ ഈ 2 കണ്ടീഷൻ ഇതൊന്ന് നോക്കിയേ. a equal to q b plus r എന്ന് നമുക്ക് എന്തെഴുതാം, r is equal to a minus q b എന്ന് എഴുതാൻ പറ്റുമോ അല്ലേ. അതായത് ഫസ്റ്റ് ഇക്വേഷന് ആർ ഈക്വൽ ടു എ മൈനസ് ക്യൂ ബി എന്ന് പറഞ്ഞ് കിട്ടും. ആൻഡ് ഈ സെക്കൻഡ് ഇക്വേഷന് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എ മൈനസ് ക്യൂ ഡാഷ് ബി എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ആർ ഡാഷ് മൈനസ് ആർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, ഈ 2 ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്താൽ എ മൈനസ് എ ക്യാൻസൽ ആവും, ഇത് നെഗറ്റീവ് ആയിരിക്കും. സോ ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് കിട്ടുക ക്യൂ ബി മൈനസ് ക്യൂ ഡാഷ് ബി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്നുള്ള പോലെയാണ്. അതായത് ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ കിട്ടും, ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, ഇങ്ങനെ 2 വാല്യൂസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂസും എന്തായാലും ഈക്വൽ ആവും അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കാൻ പറ്റും. 2 ഭാഗത്തും അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് മോഡുലസ് കണ്ട് പ്രൊഡക്റ്റ് ചെയ്താലും ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുക. സോ മോഡുലസ് ഓഫ് ബി ഇൻറ്റു മോഡുലസ് ഓഫ്
ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ബി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തത് പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടാണ്. സോ അതിന് മോഡുലസ് സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ, ബി എന്തായാലും പോസിറ്റീവ് ആണ്. സോ ബീന്ന് അങ്ങനെ തന്നെ എഴുതി, ബാക്കി ക്യൂ മൈനസ് ക്യൂ ഡാഷിന് മാത്രം മോഡുലസ് കൊടുത്ത് എഴുതി. സോ ഇത്തരത്തിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. മോഡുലസ് ഓഫ് ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു ബി ഇൻറ്റു മോഡുലസ് ഓഫ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ രണ്ട് ഇനീക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരുത്തി എഴുതുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇനീക്വാളിറ്റീനെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞിട്ടാണ് നമുക്കുള്ളത്. ഞാനിതിൽ ഒന്ന് നെഗറ്റീവ് അപ്ലൈ ആണ്. നെഗറ്റീവ് വെച്ച് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി ഒക്കെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ മൈനസ് ബി ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള പോലെ, ലെസ് ദാൻ മൈനസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള പോലെ നമുക്ക് കിട്ടും അല്ലേ. ഹോൾ ഇനീക്വാളിറ്റിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇനീക്വാളിറ്റി ഓപ്പോസിറ്റ് ആയി. സോ മൈനസ് ബി ലെസ് ദാൻ മൈനസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ആൻഡ് രണ്ടാമത്തെ ഇനീക്വാളിറ്റി അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഡാഷ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ രണ്ട് ഇനീക്വാളിറ്റീസിനെ ജസ്റ്റ് ആഡ് ചെയ്യാണ് കേട്ടോ. രണ്ട് ഇനീക്വാളിറ്റീസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, മൈനസ് ബി പ്ലസ് 0 എന്ന് പറയുന്നത് മൈനസ് ബി തന്നെയായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ നമ്മൾ ലെസ് ദാൻ ആണ് എടുക്കുക അല്ലേ, ഈക്വാലിറ്റി വന്നോളണമെന്ന് നിർബന്ധമില്ല. സോ ലെസ് ദാൻ ആർ ഡാഷ് മൈനസ് ആർ എന്ന് വരും. മൈനസ് ആർ പ്ലസ് ആർ ഡാഷ് എന്ന് പറയുമ്പം ആർ ഡാഷ് മൈനസ് ആർ എന്ന് നമുക്ക് എഴുതാം. ലെസ് ദാൻ 0 പ്ലസ് ബി എന്നുള്ള പോലെ വരും. സോ മൈനസ് ബി ലെസ് ദാൻ ആർ ഡാഷ് മൈനസ് ആർ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. സോ ഇത്തരത്തിലൊരു ഇനീക്വാളിറ്റി കിട്ടി. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് പറയാം, നമുക്ക് മോഡുലസ് എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാറില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇതിനെ മോഡ് എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റുകയാണ്. മോഡ് ആർ ഡാഷ് മൈനസ് ആർ ലെസ് ദാൻ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇതിനകത്തുനിന്ന് നമുക്കിനി എന്ത് പറയാൻ പറ്റും, മോഡ് ആർ ഡാഷ് മൈനസ് ആറിനെയാണ് നമ്മളിവിടെ ബി ഇൻറ്റു മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് എഴുതിയത്. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. മോഡ് ആർ ഡാഷ് മൈനസ് ആറിന് പകരം ബി ഇൻറ്റു മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് കൊടുക്കുകയാണ്. സോ അതും ലെസ് ദാൻ ബി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ബിന് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ അതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ബി ബൈ ബി എന്ന് പറയുന്നത് 1 വരും. സോ മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 എന്ന് കിട്ടും അല്ലേ. സോ മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് ലെസ് ദാൻ 1 എന്ന് കിട്ടും. ആൻഡ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് ആണ്. സോ ഇത് പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും വരും. സോ നമുക്കിവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നോക്കിയേ, ക്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്, ക്യൂ ഡാഷ് എന്ന് പറയുന്നതും ഇൻറ്റിജർ ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും ഇൻറ്റിജർ ആയിരിക്കും. അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റിജർ തന്നെയാണ് കിട്ടുക. 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ അതിൻ്റെ നടുക്ക് എന്തായാലും വേറെ ഇൻറ്റിജേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല അല്ലേ. പിന്നെ ഇത് ഇൻറ്റിജർ ആവാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്താ, ഈ ഈക്വൽ ടു 0 എന്നുള്ള കേസ് മാത്രമാണ്. വേറെ ഒരു ഇൻറ്റിജറും ഈ ഒരു ഇൻ്റർവെലിനകത്തില്ലല്ലോ. സോ മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്താവാനേ പോസിബിലിറ്റി ഉള്ളൂ, ഈക്വൽ ടു 0 ആവാൻ മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്ന് വരും അല്ലേ. അതായത് ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 0 വരും, ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്ന് വരും. ഈ മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം നോക്കിയേ, ബി ഇൻറ്റു മോഡ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് വരും. സോ ഇത് ഈക്വൽ ടു ബി ഇൻറ്റു 0 എന്ന് വരും. അതായത് മോഡുലസ് ഓഫ് ആർ ഡാഷ് മൈനസ് ആറും ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്ന് പറഞ്ഞും കിട്ടും. അപ്പോൾ ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്ന് ഇവിടെ നിന്ന് കിട്ടി, ആൻഡ് ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കിട്ടി. നമ്മൾ തുടക്കത്തിൽ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നേ ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ പുതിയൊരു ക്യൂ ഡാഷും ആർ ഡാഷും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, യുണീക്ക് അല്ല എന്നുള്ള പോലെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ആ വാല്യൂസ് നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ എടുത്തിരിക്കുന്ന ക്യൂ ഡാഷ് ക്യൂ തന്നെയാണെന്നും ആർ ഡാഷ് ആർ തന്നെയാണെന്നും നമുക്ക് കിട്ടി. സോ ക്യൂവും ആറും എപ്പോഴും യുണീക്ക് വാല്യൂസ് ആയിരിക്കും എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയാണ് ഡിവിഷൻ അൽഗോരിതം ഉള്ളത്. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ഉണ്ട്, വേർ ബി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്ന് പറഞ്ഞ് ഒരു റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആണ്, വേർ ക്യൂവും ആറും യുണീക്ക് ഇൻറ്റിജേഴ്സ് ആണ്. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞിട്ട് വേർ ക്യൂ ഇസ് എ കോഷ്യൻറ്റ് ആൻഡ് ആർ ഇസ് ദി റിമൈൻഡർ എന്നുള്ള പോലെ പറയാൻ പറ്റും, വേർ എ ഇസ് ഡിവൈഡ് ബൈ ബി. അപ്പോൾ ഇത്തരത്തിലുള്ള വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിൽ നമ്മൾ കാണിച്ചത്. അതിന് നമ്മൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് ഈ എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് യുണീക്ക് ആണെന്നുള്ളതും കാണിച്ചു. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള രണ്ട് വാല്യൂസ് ഉണ്ടെന്നുള്ളത് എടുത്തിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്നുള്ള പോലെയാണ് നമ്മൾ കാണിച്ചത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.